ഹേ ഗായ്സ്, ഇപ്പോൾ ഞാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സവിത ഫിലിം സിറ്റി കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ, അതിന് മുമ്പിലേ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടിങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫിഷ് ലവേഴ്സിന് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണിത്. അപ്പോൾ ഒരു പുതിയൊരു ഫിഷ് ഫാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു റോഡുണ്ട്, ചെറിയ റോഡ്. ആ റോഡിൽ കയറിയിട്ടൊരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ പോകുന്ന സമയത്തിന് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫിഷ് ഫാമിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ കണ്ണൂർ ഏരിയയിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, ചാലാട് പോകുന്ന വഴിക്ക് ഒരു എക്വേറിയം ഷോപ്പുണ്ട് അവിടെ. അപ്പോൾ അവർ തന്നെ വീട്ടിൻ്റെ ബാക്കിലായിട്ട് അവർ സെറ്റ് ചെയ്ത ഒരു ഫിഷ് ഫാമാണിത്. അപ്പോൾ ഇവിടെ എല്ലാതരം മീനുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓസ്കർ ഉണ്ട്, നമ്മളെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീരൂല. ടൈഗർ ബാർബ്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഗപ്പീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്വേറിയം ഷോപ്പ് കഴിഞ്ഞ പാട് അതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഫാം സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതും നമുക്കൊന്ന് കാണാം എന്തായാലും. അപ്പോൾ അതിന് മുന്നേ ഇവിടെയുള്ള മീനിനെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തെല്ലാമെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് പോവാം. ഇപ്പോൾ ഈ ചെടീൻ്റെ ബാക്കിലായിട്ട് ഒരു ആൽബിന അറവണ ഉണ്ട്. അത് ഈ ചെടീൻ്റെ ബാക്കിൽ ഒളിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറേ നോക്കി കാണുന്നില്ല. അതേപോലെ തന്നെ വെയിൽ ടെയിൽ സീബ്ര ഉണ്ട് ഇവിടെ. പേരിന് 120 എങ്ങനെയാണെന്ന് പറഞ്ഞത് അവർ. പിന്നെ അതേപോലെ ഒരുപാട് മീനുകളുണ്ട്. ഓസ്കർ ഉണ്ട്, ഓസ്കറിൻ്റെ വലിയ സൈസിലുള്ളതുണ്ട്, അറവണുണ്ട്, ആലിഗേറ്റർ കാറുണ്ട്, എല്ലാ സകല മീനും ഇവിടെ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മീനുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിൽറ്റർ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും സകല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ടാങ്ക് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടാങ്കൊന്നുമല്ല, ഇങ്ങനത്തെ വലിയ മീനെല്ലാം കിട്ടത്തുള്ളൂ. വലിയ നല്ല ഒരു മിനിമം ഒരു 5 അടി 6 അടീൻ്റെ ടാങ്കിൽ തന്നെ കിട്ടത്തുള്ളത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബാക്കിലുള്ള ഏരിയ. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ സിമെൻറ്റിൻ്റെ ടാങ്ക് ആക്കിയിട്ട് ഓരോ ടാങ്കിനകത്തും പല വെറൈറ്റീസ് ഓഫ് മീനുകളുണ്ട്. ഗപ്പി മുതൽ നമ്മളെ കോഴിക്കാർപ്പ്, അലിഗേറ്റർ കാറ്, ഷാർക്ക്, എല്ലാവിധ മീനുകളും ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഇവിടെ ഏഞ്ചൽ ഫിഷ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സൈസുള്ള ഏഞ്ചൽ ഫിഷാണിത്. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം അവർക്കൊരു ഇടങ്ങാറാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചില്ല. ഇവിടെ കോഴിക്കാർപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഒരുപാട് ഓസ്കേഴ്സ്, ഇതാ ചെറിയ ചെറിയ ഓസ്കേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറുതിനെ എടുക്കാറുണ്ട്, അതേപോലെ തന്നെ വലുതിനെയും ഡയറക്റ്റ് വാങ്ങിക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുതിനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ വലുതാക്കി എടുക്കലാണോ? അപ്പോൾ പറഞ്ഞാൽ അല്ല, ചെറുതിനെ സെപ്പറേറ്റ് വാങ്ങിക്കലുണ്ട്, അതേപോലെ തന്നെ വലുതിനെയും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കലുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരുപാട് ഗോൾഡൻ ഫിഷും കോഴിക്കാർപ്പെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മളൊരു പോണ്ട് തന്നെ ഉണ്ട്, വലിയൊരു കോഴിക്കാർപ്പിൻ്റെ ഒരു പോണ്ട് തന്നെ ഉണ്ട്. അതൊരു അടിപൊളി സ്ഥലമാണ്, കാണേണ്ടത് തന്നെയാണത്. ഇതാ നമ്മൾ ആലിഗേറ്റർ കാർ, ഇത് അതിൻ്റെ അകത്തുണ്ട്. നല്ല സൈസുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ ഷാർക്കും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ സീബ്രാസ് ഉണ്ട്. അപ്പോൾ അത് വെയിൽ ടെയിൽ സീബ്രയാണ്.
ഒരുവിധം എല്ലാം വെയിൽ ടൈൽ സീബ്രാസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ചെറുതാണ്, അപ്പോൾ കുറച്ചും കൂടി വളർന്ന് വലുതായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളൊരു വില പറയുന്നതാണെങ്കിൽ ചിലപ്പം അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞ വലിയ കോഴിക്കാർപ്പിൻ്റെ പോണ്ട് ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഏട്ടനാണ് നമ്മളെ ചാലാട്ടുള്ള ഷോപ്പിലുള്ളത്. അപ്പോൾ ഞാനവിടെ മീൻ വാങ്ങാൻ പോയ സമയത്ത് ഓർ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ പോയി നോക്കിക്കോ എന്നുള്ളത് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എത്തിയത്. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ കണ്ണൂർ ഫാം കാര്യങ്ങളെല്ലാം കുറവാണ് ഫിഷിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം അങ്ങോട്ടേക്കെല്ലാം പോകാറാണ് കൂടുതലും മീൻ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് മീനുകൾ ഇവർ കുറച്ചും കൂടി ഇറക്കൂ. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട്. ഇനി കുറച്ചും കൂടി ഒരു വർഷം കഴിയുന്ന സമയത്ത് ഒരുപാട് മീനുകളും കാര്യങ്ങളെല്ലാം ഇവിടെ എന്തായാലും ഉറപ്പാണ്. ഈ ഏട്ടൻ്റെ മക്കളാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഫിഷ് ലവേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലമാണ്, നിങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.